ഹായ്, നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ 3 തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടിങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നമുക്ക് സപ്പോർട്ടായിരിക്കും. അതായത് നമ്മുടെ ലൈഫിൽ എന്തൊരു സപ്പോർട്ട് വേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റിയ, വിശ്വസിച്ച് ഓടിച്ചെല്ലാൻ പറ്റിയ വ്യക്തികളാണ്. കാരണം അവരെപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്യും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അവർക്ക് പറ്റുന്ന പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് തുറന്ന് പറയാൻ പറ്റും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രസൻസ് നമുക്ക് എപ്പോഴും ഒരു എനർജി തന്നുകൊണ്ടിരിക്കും. അതാണ് സപ്പോർട്ടിങ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് റിലേഷൻഷിപ്പ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡീമീനിങ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡീമീനിങ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു പോസിറ്റിവിറ്റി അതിൽ പറയാനില്ല. കാരണം അവരിൽ നിന്നൊരു എൻകറേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ ഒന്നും കിട്ടാനില്ല. അതല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി ഒന്നും സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും ഒരു ആഗ്രഹമില്ലാത്ത ആളുകളാണ്. അതല്ലെങ്കിൽ മേ ബി ചില നെഗറ്റിവിറ്റീസ് അവരുടെ കയ്യിൽ നിന്ന് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഡീമീനിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആംബിവലൻറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഈ ആംബിവലൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ കാറ്റഗറി ഓഫ് പീപ്പിളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ചില സമയത്ത് പോസിറ്റീവും ചില സമയത്ത് നെഗറ്റീവ്സുമാണ്. അത് ചില സമയത്ത് അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മളെ എൻകറേജ് ചെയ്യും, അതല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ചില സമയത്ത് അവർ നമുക്ക് തരുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ഒരുപക്ഷെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിനെ തളർത്തിക്കളയുന്ന തരത്തിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു നന്മ വരാനുള്ളതിനെ തട്ടിക്കളയുക, അതേപോലത്തെ കാര്യങ്ങളും ചിലപ്പോൾ അവരിൽ നിന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഡീമീനിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ആണെന്ന്. കാരണം അതിൽ നിന്ന് നല്ല ഒന്നും വരുന്നില്ലല്ലോ, അതായിരിക്കുമെന്ന്. പക്ഷേ റിസർച്ചും പഠനങ്ങളും ഒക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അൺഹെൽത്തി ആയിട്ട് വരുന്നത് ഈ ഒരു ആംബിവലൻറ്റ് ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ ആംബിവലൻറ്റ് റിലേഷൻഷിപ്പാണ്. കാരണം നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് അവർ നല്ലതായിരിക്കും, ചില സമയത്ത് അവർ മോശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ആളുകളുടെ അടുത്തോട്ട് പോകുമ്പോൾ ആളുകളിൽ കാണുന്ന മാറ്റം, അതായത് ആംബിവലൻറ്റ് ഫ്രണ്ട്ഷിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളുടെ അടുത്തോട്ട് പോകുമ്പോൾ ആളുകളുടെ BP, ബ്ലഡ് പ്രഷർ കൂടുക, അല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് റിസർച്ചും പഠനങ്ങളും നടത്തിയപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ടെൻഷനായിരിക്കും. കാരണം ഇവരെങ്ങനെ പെരുമാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ, പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഡീമീനിങ് റിലേഷൻഷിപ്പിൽ നിന്ന് നന്മകളൊന്നും ഇല്ലെങ്കിലും കൂടി നമുക്കത് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബോധപൂർവ്വം അവരെ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുള്ളൂ. ഇവരെ നമ്മൾ കുറച്ച് ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ സ്വഭാവം മാറുന്ന തരത്തിലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് 3 തരത്തിലുള്ള റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് വരുന്നത്. താങ്ക് യു.